നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും പഠനമുറികൾക്കും ഊന്നൽ നൽകി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ 2026-2027 വർഷത്തേക്കുള്ള കരട് പദ്ധതി രേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB പവിത്രൻ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KJ ഡിക്സൺ, ജോസ് ജെ ചിറ്റിലപ്പള്ളി, അമ്പിളി വേണു, CB ഷക്കീല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ PS മനു, KK ശിവൻകുട്ടി, സരള വിക്രമൻ, ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൃന്ദ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PD നെൽസൺ സ്വാഗതവും സെക്രട്ടറി നിഖിൽ KK നന്ദിയും പറഞ്ഞു. ഈ ആസൂത്രണ കമ്മീഷനും അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിലും ഒക്കെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള ചില അംഗങ്ങളാണ് ഉള്ളത്. ഇവർ നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ സംസ്ഥാനത്തും ഇവർ നമ്മുടെ നാടിന് വേണ്ടതായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഏതാനും ചില ആളുകളുമായിട്ടാണ് കൂടിയാലോചന നടത്താറ്. അങ്ങനെയാണ് ആസൂത്രണം നടക്കാറുള്ളത്. അപ്പൊ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണം എന്ന് പറഞ്ഞാൽ കുറച്ച് PhD ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ ആ മേഖലയിൽ ഉള്ള ഏതാനും ചില ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ആസൂത്രണം എന്നുള്ളതാണ് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിന്താഗതി ആയി. പക്ഷേ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ഇതെല്ലാം തന്നെ പൊളിച്ചടിച്ചു. അങ്ങനെയല്ല ആസൂത്രണത്തിൽ സാധാരണ ജനങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും എന്ന് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തെളിയിച്ചു. അതാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മള് ഫണ്ട് വന്നു, അധികാരം താഴേക്ക് തന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആസൂത്രണത്തെ ഈ കാർളം പഞ്ചായത്തിന്റെ, കാട്ടൂർ പഞ്ചായത്തിന്റെ, മുരിയാട് പഞ്ചായത്തിന്റെ, പറപ്പുകര പഞ്ചായത്തിന്റെ മണ്ണിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഉദയ് ബാനു ചിബിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി, നിയോജക മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഗോകുൽ കർമ്മ, എബിൻ ജോൺ, ബിനു ആന്റണി, ഷിൻസ് വടക്കൻ, ഷാർവി NO, ആൽബർട്ട് കാനങ്കുടം, KSU ജില്ലാ ഭാരവാഹി ഗിഫ്സൺ ബിജു എന്നിവർ നേതൃത്വം നൽകി. യൂണിവേഴ്സിറ്റികളുടെ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ നാണം കെടുത്തിയത് ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ഗവൺമെന്റാ, മോദിയുടെ ഗവൺമെന്റാ. എന്നിട്ട് അതിൽ പ്രതിഷേധിച്ച ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് വിധേയപ്പെടുന്ന ഈ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈന ഇത്തരത്തിലുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ചൈനയ്ക്ക് എതിരെ എന്ന് പറയുമ്പോൾ മോദിയുടെ മുട്ടുപിറയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അരുണാചൽ പ്രദേശിന്റെ കിലോമീറ്ററുകളോളം ദൂരം അത് ചൈന കൈവശപ്പെടുത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ മോദിക്കായില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുമായുള്ള ആ കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന വിഷയങ്ങൾ. അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അത്തരത്തിൽ വലിയ നികുതികളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിലേക്ക്
സൗജന്യ നിരക്കിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിക്കുന്ന അത്തരത്തിലുള്ള നടപടികളുമായൊക്കെയാണ് ചൈനയുമായും അതുപോലെ തന്നെ അമേരിക്കയുമായും ഒക്കെ ഈ മോദി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഇന്ത്യ രാജ്യം നേരത്തെ ഭരിച്ചിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുത്തിരുന്നപ്പോൾ അമേരിക്കയുടെ 7-ാം കപ്പൽ പടയെ വരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷിയുണ്ടായ ഈ രാജ്യത്തെ കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ആളൂർ മാനാട്ടുകുന്ന് പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന 43 വയസ്സുള്ള രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സജ്ജലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാനാട്ടുകുന്ന് കാഴ്ചപ്പള്ളിക്കാവ് ക്ഷേത്ര പരിസരത്തു വെച്ചാണ് ആളൂർ പോലീസ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. രതീഷ് ആളൂർ കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസുകളിലടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജി മോൻ ബി, SI-മാരായ പ്രസന്നകുമാർ, ജയകുമാർ, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ ആന്റണി, സമീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണദാസ്, ശ്രീജിത്ത്, അനു, ഹോംഗാർഡ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ദേവപ്രിയയ്ക്ക് ഫിസിക്സിൽ PhD ലഭിച്ചു. കായിക അധ്യാപകൻ പൊർത്തിശ്ശേരി മണപ്പെട്ടി ഷാജി മാസ്റ്ററുടെയും അധ്യാപിക ബീന ടീച്ചറുടെയും മകളാണ്. ഹൈദരാബാദ് IIT-യിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ദേവപ്രിയയെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MR ഷാജു, മുനിസിപ്പൽ കൗൺസിലർ ബാബു പാലക്കൽ, ബിജു പോൾ അക്കരക്കാരൻ, TR വിജിത്ത്, VP ജെയിംസ്, സജ്ജയൻ, PV, ബീന ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. സംഭവമാണ് IIT-യിൽ നമ്മുടെ ഡോക്ടറേറ്റ് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുസ്ഥിതിക്കാർക്ക് മൊത്തത്തിൽ ഒരു അഭിമാനമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നത്. അപ്പോൾ നമ്മുടെ അവരുടെ അച്ഛൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ വാർഡ് കൗൺസിലേഴ്സ് ബാബേട്ടൻ, മുനിസിപ്പൽ കൗൺസിലർ ബിജു പോൾ, ജെയിംസ് ഉൾപ്പെടെയുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോളെ ഈ സമയത്ത് ആദരിക്കുകയാണ്. യുവകലാസാഹിതി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ KO വിൻസെന്റ് മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരത്തിന് ആർട്ടിസ്റ്റ് മോഹൻദാസ് അർഹനായതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, സെക്രട്ടറി VP അജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 28-ന് ശനിയാഴ്ച വൈകിട്ട് ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മുതൽ ചിത്ര പ്രദർശനം, 3 മണി മുതൽ പാട്ടും കവിതയും എന്ന പരിപാടി, വൈകിട്ട് 5-ന് അവാർഡ് ദാന സമ്മേളനം, തുടർന്ന് കുചേലവൃത്തം കഥകളി എന്നിവ നടക്കും. സംഘാടക സമിതി ഭാരവാഹികളായ VS വസന്തൻ, റഷീദ് കാറളം, KK കൃഷ്ണാനന്ദ ബാബു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ചിത്രകാരൻ ആർട്ടിസ്റ്റ് മോഹൻദാസിന് പ്രഥമ യുവകലാസാഹിതി KO വിൻസെന്റ് മാസ്റ്റർ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങ് ഈ മാസം 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കും. അതിന് മുന്നോടിയായിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഒരു ഇരിങ്ങാലക്കുട പരിസരത്തുള്ള ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം പാട്ടും കവിതയും, നമ്മളുടെ ഇവിടുത്തെ കലാകാരന്മാർ നടത്തുന്ന പാട്ടും കവിതയും എന്ന പരിപാടി ഉണ്ടാകും. അതിനുശേഷം നടക്കുന്നത് മോഹൻദാസിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കബീഷ്, ലുട്ടാപ്പി, മായാവി, കുട്ടൂസൻ, ഡാഗിനി തുടങ്ങിയ വേഷങ്ങൾ കുട്ടികൾ പ്രച്ഛന്ന വേഷമായിട്ട് നടത്തുന്ന ഒരു മത്സരം നടക്കും. അതിനുശേഷം പിന്നീടാണ് ആദരണ സമ്മേളനം നടക്കുന്നത്. അതിൽ മുൻ മന്ത്രി, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ VS സുനിൽകുമാറാണ് പരിപാടി നിർവഹിക്കുന്നത്, ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അശോകൻ ചെരുവിൽ അന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെയും കാട്ടൂർ ലൈഫ് ഗാർഡ് ഫിറ്റ്നസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മിസ്റ്റർ തൃശൂർ ആൻഡ് മിസ് തൃശൂർ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 27-ന് കാട്ടൂർ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 കാറ്റഗറികളിലായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 300ഓളം കായിക പ്രതിഭകൾ പങ്കെടുക്കും.
അർജുന അവാർഡ് ജേതാവ് TV പോളി, ചീഫ് കോർഡിനേറ്റർ മൊഹേഷ് കുമ്പളപ്പറമ്പിൽ, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. മിസ്റ്റർ തൃശ്ശൂർ, മിസ് തൃശ്ശൂർ ചാമ്പ്യൻഷിപ്പ് 2005-2006 ചാമ്പ്യൻഷിപ്പ് കാട്ടൂരിൽ ലയൺസ് ക്ലബ്ബ് ഹാളിൽ 27-ാം തീയതി രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ നടത്താനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ 37 വർഷമായി കായിക രംഗത്തും സാമൂഹിക രംഗത്തും നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഗാർഡ് ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലും തൃശ്ശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മത്സരം അരങ്ങേറുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ മിസ്റ്റർ തൃശ്ശൂർ, മിസ് തൃശ്ശൂർ, അതുപോലെ മാസ്റ്റേഴ്സ് തൃശ്ശൂർ, സബ് ജൂനിയർ, ജൂനിയർ എന്ന് 8 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഓരോ കാറ്റഗറിയിലും ക്ലാസ് അടിസ്ഥാനത്തിൽ, അതായത് വെയിറ്റ് അടിസ്ഥാനത്തിലാണ് മത്സരം നടക്കുന്നത്. ഓരോ വെയിറ്റ് കാറ്റഗറിയിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുന്നവർക്ക് ട്രോഫികളും മെഡലും സർട്ടിഫിക്കറ്റും അതിൽ ചാമ്പ്യന്മാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. അവിട്ടത്തൂർ കല്ലിങ്ങപ്പുറം സുധർമ്മൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. ജലജ ഭാര്യയും ധന്യ, ധനൂപ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.